നമസ്കാരം. ഇന്ന് ഗൂഗിൾ ക്ലാസ് റൂം ടീച്ചേഴ്സിന് കുട്ടികൾക്ക് വർക്കുകൾ കൊടുക്കാനും അതുപോലെ തന്നെ അസൈൻമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും എക്സാമുകൾ കണ്ടക്ട് ചെയ്യാനും ലൈവ് ക്ലാസ് നടത്തുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്ലാസ് റൂം. പ്രത്യേകിച്ച് സ്കൂളിൻ്റെ പേരിലുള്ള അക്കൗണ്ടൊക്കെ ആകുമ്പോൾ G Suite അക്കൗണ്ട് ഒക്കെ ആകുമ്പോൾ നല്ല സെക്യൂരിറ്റിയോട് കൂടി ഒരുപാട് ഫെസിലിറ്റിയോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഗൂഗിൾ ക്ലാസ് റൂം. ഇതിനായി ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുന്നു. ഈ ഓപ്പൺ ചെയ്ത് വരുന്ന ക്ലാസ്സിനകത്ത് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള G Suite ID, പേഴ്സണൽ ഐഡിയിലാകുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള G Suite ID, അത് ID സെലക്ട് ചെയ്യുന്നത് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ മുകൾ ഭാഗത്ത് വലതുവശത്തുള്ള സർക്കിളിനകത്താണ് ID. ഇപ്പോൾ മൊബൈലിനകത്തുള്ള എല്ലാ ഐഡികളും കാണാം. ഈ ID മാറുന്നതിനനുസരിച്ച് ഇവിടെ ക്ലാസ് റൂമുകൾ മാറും. ഇപ്പോൾ എൻ്റെ സ്കൂളിലെ അക്കൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഡെമോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ് ഡെമോ ക്ലാസ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഇതിൻ്റെ താഴെ വശത്ത് താഴെ കാണുന്ന ഈ സർക്കിളിനകത്ത് കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഇപ്പോൾ ഞാനിവിടെ ഡെമോ ക്ലാസ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുന്നു. ഗൂഗിൾ ക്ലാസ് റൂം തുറന്നു കഴിഞ്ഞാൽ 3 വിൻഡോകളാണ് ഗൂഗിൾ ക്ലാസ് റൂമിനകത്തുള്ളത്. ഈ 3 വിൻഡോയിൽ ഒന്നാമത്തത് ഇത് കാണുന്നതാണ് സ്ട്രീം. സ്ട്രീം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ, അനൗൺസ്മെൻറ്റുകൾ നടത്താൻ, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ട്രീം. ഒരു നോട്ടീസ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്ട്രീം. രണ്ടാമത്തത് ക്ലാസ് വർക്ക്. ഈ ക്ലാസ് വർക്കിനകത്താണ് നോട്ട്സുകൾ, വീഡിയോ ഷെയർ ചെയ്യുന്നത്, അതിൻ്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നത്, ഗൂഗിൾ ഡ്രൈവിനകത്തുള്ള ഫയലുകൾ ഷെയർ ചെയ്യുന്നത്, അസൈൻമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമൊക്കെ കണ്ടക്ട് ചെയ്യുന്ന അസൈൻമെൻറ്റ് എന്നുള്ള രൂപത്തിലാണ്. കുട്ടികൾ നോട്ട്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അസൈൻമെൻറ്റാണ്. അതെല്ലാം ഈ ക്ലാസ് വർക്കിനകത്താണ്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിൻ്റെ വർക്കുകളും കൊടുക്കുന്നത് ക്ലാസ് വർക്കിനകത്താണ്. മൂന്നാമത് കാണുന്ന പീപ്പിൾ എന്നുള്ള പാർട്ട്, ഈ ക്ലാസ് റൂമിനകത്ത് ഏത് ടീച്ചേഴ്സാണ്, അതായത് എത്ര സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സിനെ റിമൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആഡ് ചെയ്യുന്നത്, സ്റ്റുഡൻസിനെ റിമൂവ് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്, ആ ഓപ്ഷൻസൊക്കെ ഈ പീപ്പിൾ എന്നുള്ള പാർട്ടിനകത്താണുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനകത്ത് എത്ര കുട്ടികളുണ്ട്, എത്ര ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇതിനകത്ത്, ഒരു ക്ലാസ് റൂമിനകത്ത് തന്നെ ഒന്നിലധികം ടീച്ചേഴ്സും ഒരുപാട് കുട്ടികളെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിവിഷനുള്ള അല്ലെങ്കിൽ 2 ഡിവിഷനൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഒന്നിച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. കുട്ടികളുടെ ഇമെയിൽ ID, സ്കൂളിൽ നിന്നുള്ള ആണെങ്കിൽ G Suite ID ഒന്നിച്ച് ഇവിടെ ആഡ് ചെയ്യാണ് വേണ്ടത്. സ്റ്റുഡൻസ് എന്നുള്ളതിൻ്റെ നേരെ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെയിൽ ID ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് അത് ഇങ്ങോട്ട് ഇൻവൈറ്റ് എന്നുള്ള ബട്ടൺ, മുകളിലുള്ള ഇൻവൈറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ടീച്ചേഴ്സിന് അതേപോലെ തന്നെയാണ്. ഇതിനകത്തേക്ക് 2-3 ടീച്ചേഴ്സൊക്കെയാണ് ഈ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അവരെയും ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം, ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടീച്ചേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് മെയിൽ ID എൻ്റർ ചെയ്യുക. അപ്പോൾ ഇൻവൈറ്റ് എന്നുള്ള ബട്ടൺ ആക്റ്റീവ് ആവും. ഇപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ഓപ്ഷനായ ക്ലാസ് വർക്കിനകത്തേക്കാണ് പോകുന്നത്. താഴെയുള്ള ക്ലാസ് വർക്ക്. ക്ലാസ് വർക്കിനകത്ത് എന്തെല്ലാം വർക്കുകളാണ് കൊടുക്കാൻ പറ്റുന്നത്? അതിനായി ഇവിടെ ഈ കാണുന്ന പ്ലസ് ബട്ടൺ, ഇതാണ് ആഡ് എന്നുള്ള ബട്ടൺ. ഈ ആഡ് ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് ഇത് മൊബൈലിലുള്ള ഇൻ്റർഫേസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണിനകത്തുള്ള ഇൻ്റർഫേസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. സിസ്റ്റത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടും ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് 2 ഓപ്ഷനാണ്. ഇതിനകത്തുള്ള 2 ഓപ്ഷൻ വെച്ചിട്ടാണ് കാര്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തത് ഈ മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷൻ, കുട്ടികൾക്ക് അങ്ങോട്ട് റിസോഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ മെറ്റീരിയലിനകത്ത് ഉണ്ടാവുള്ളൂ. നോട്ട്സുകൾ, ഫോട്ടോസ്, അങ്ങനെയുള്ള വീഡിയോസ്, ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെറ്റീരിയൽ. എന്നാൽ അസൈൻമെൻറ്റിലാണ് കുട്ടികൾ തിരിച്ച് വർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതെല്ലാം അസൈൻമെൻറ്റുകളാണ്. ആ അസൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ വർക്ക് കൊടുക്കുമ്പോഴേ കുട്ടികൾക്ക് വർക്ക് തിരിച്ച് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 1-2 മെറ്റീരിയലും അസൈൻമെൻറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ആദ്യം മെറ്റീരിയൽ എന്ന് ക്ലിക്ക് ചെയ്യുന്നു.
മെറ്റീരിയൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ടൈറ്റിൽ കൊടുക്കാനാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെ പേര് കൊടുക്കുന്നു, റിസോഴ്സസ്. ഡിസ്ക്രിപ്ഷൻ ഓപ്ഷണലാണ്, അവിടെ കൊടുത്തോളം നിർബന്ധമില്ല. ഞാനിവിടെ മൈൻഡ് മാപ്പ് എന്ന് കൊടുക്കുന്നു. കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം, ഒരുപാട് ടൈപ്പ് ചെയ്യാം. അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഉള്ളെങ്കിൽ ഇവിടെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ റിസോഴ്സസ് മൈൻഡ് മാപ്പ് എന്ന് കൊടുത്തു. ഇനി ടോപ്പിക്ക് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ ടോപ്പിക്ക് കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. നോ ടോപ്പിക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് ഏറ്റവും മുകൾ ഭാഗത്ത് ആഡ് ടോപ്പിക് എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാനിവിടെ ജിയോഗ്രഫി ചാപ്റ്റർ 1 ജിയോഗ്രഫി ചാപ്റ്റർ 1 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി ഈ മുകൾ ഭാഗത്ത് കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഈ കാണുന്ന സേവ് ബട്ടൺ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ടൈറ്റിൽ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, ഇതിനൊരു ടോപ്പിക്കും കൊടുത്തു. ഇനി ഇവിടെ എന്താണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്? ഒരു മൈൻഡ് മാപ്പ് എന്നുള്ള ആ ചാപ്റ്റർ 1ൻ്റെ ഫുള്ള് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മൈൻഡ് മാപ്പാണ് കൊടുക്കുന്നത്. അത് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അറ്റാച്ച്മെൻറ്റ് ബട്ടൺ എവിടെ കിടക്കുന്നത്? അറ്റാച്ച്മെൻറ്റ് ബട്ടൺ മുകൾ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ഈ കാണുന്നതാണ് അറ്റാച്ച്മെൻറ്റ് ബട്ടൺ. ഈ അറ്റാച്ച്മെൻറ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കയറി വന്നു. ഇതിനകത്ത് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കാറുള്ള 1-2 ഓപ്ഷൻസാണ്. ഒന്ന് ടേക്ക് ഫോട്ടോ. ഈ ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഓൺ ആവും, നമുക്ക് ഫോട്ടോ എടുക്കാം, ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. രണ്ടാമത്തത് ഫയൽ എന്നുള്ളതാണ്. ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിനകത്തുള്ള ഏത് ഫയലും ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. നമ്മൾ മൊബൈലിനകത്ത് എടുത്തു വെച്ച ഫോട്ടോസ്, അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ് ഫയൽ, PDF, അങ്ങനത്തെ ഫയലുകൾ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാനാണ് ഈ ഫയൽ എന്നുള്ള ഓപ്ഷൻ. മൂന്നാമത്തത് ലിങ്ക് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക്, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനകത്തുള്ള വീഡിയോസിൻ്റെ ലിങ്കുകൾ, ഇതൊക്കെ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. നേരിട്ടൊരു വീഡിയോ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ പ്രയാസമാണ്. അതെല്ലാം ഒന്നുകിൽ അത് ഗൂഗിൾ ഡ്രൈവിനകത്തേക്ക് ആദ്യം അപ്ലോഡ് ചെയ്യണം, അതല്ലെങ്കിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് മാത്രമാണ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അടുത്തതാണ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ്. നമ്മുടെ ഈ ഏത് ID ഉപയോഗിച്ചുകൊണ്ട്, IDയിലുള്ള ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് അതിലുള്ള ഫയലുകൾ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസാണ് ഇതിനകത്ത് കാര്യമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ടേക്ക് ഫോട്ടോ, ഫയൽ, ലിങ്ക്, ഇതാണ് പ്രധാനമായും ഉപയോഗിക്കാറുള്ള 3 ഓപ്ഷൻസ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫയൽ എന്നുള്ള ഓപ്ഷനാണ്. ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി എൻ്റെ മൊബൈലിനകത്തുള്ള ഒരു ഫയൽ ഞാൻ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ഞാൻ അതിന് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുന്നു. എൻ്റെ മൊബൈലിനകത്തുള്ള ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തു. ഇൻറ്റേർണൽ സ്റ്റോറേജിനകത്താണ് ഫയൽ കിടക്കുന്നത്. ഓരോരുത്തരുടെയും മൊബൈലിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. ഇപ്പോൾ ഞാനിത് ആൾറെഡി എനിക്ക് പഠിപ്പിക്കാനുള്ള എല്ലാ ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ഒരു ഫോൾഡറിനകത്താക്കി ഇതിനകത്ത് മൊബൈലിനകത്ത് ആൾറെഡി വെച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് മുഴുവൻ പഠിപ്പിക്കാനുള്ള അതിൻ്റെ വീഡിയോസ്, അതിൻ്റെ നോട്ട്സുകൾ, ചാപ്റ്റർ സമ്മറി, മൈൻഡ് മാപ്പ്, ഇതെല്ലാം ഞാൻ ആൾറെഡി എൻ്റെ മൊബൈലിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലാസ് 10 SS എന്നുള്ള ഫോൾഡറിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് ഇവിടെ ഇതാ മൈൻഡ് മാപ്പ് എന്നിട്ടൊരു PDF ഫയലുണ്ട്. ഇതാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്കുള്ള അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇത് അല്പസമയം ബഫർ ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഇൻ്റർനെറ്റ് സ്പീഡിനനുസരിച്ച് പെട്ടെന്ന് അറ്റാച്ച്മെൻറ്റ് നടക്കും. ഞാനിപ്പോൾ വൈകുന്നേര സമയത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു താമസം ഉണ്ടാവും. ഡേ ടൈമിനകത്ത് ചെയ്യുമ്പോൾ, പകൽ സമയത്ത് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് അറ്റാച്ച്മെൻ്റ് ആവും. ഇപ്പോൾ ആ ഫയൽ ഇവിടെ അറ്റാച്ച്മെൻ്റ് ആയി. ഇപ്പോൾ ഒരു മെറ്റീരിയലാണ്, ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനൊരു ടൈറ്റിൽ കൊടുത്തു, ടോപ്പിക്ക് കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ, കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും അവിടെ ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഫയൽ, ഒരു PDF ഫയൽ എൻ്റെ ഫോണിനകത്തുനിന്ന് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്തു.
ഇനി ഇത് 2-3 രൂപത്തിൽ ഇത് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. അതിനായി ഈ കാണുന്ന ഇതാണ് സെൻഡ് ബട്ടൺ. ഇത് സെൻഡ് നൗ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ വർക്ക് കുട്ടികളിലേക്ക് പോകും. എന്നാൽ ഇവിടെയുള്ള ഈ 3 ഡോട്ട്, ഏറ്റവും വലതുവശത്ത് മുകൾ ഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഷെഡ്യൂള്, രണ്ടാമത്തത് സേവ് ഡ്രാഫ്റ്റ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ച ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രത്യേക സമയവും ഡേറ്റും ഫിക്സ് ചെയ്തുകൊണ്ട് അയക്കാൻ പറ്റുന്നതാണ് ഷെഡ്യൂള്. അപ്പോൾ അടുത്ത ആഴ്ചയ്ക്കുള്ള നോട്ട്സ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ആ സമയമാകുമ്പോൾ ആ നോട്ട് എന്താകും, ഓട്ടോമാറ്റിക് പോകും. അതാണ് ഷെഡ്യൂൾ. സേവ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം നോട്ട്സുകൾ അതുപോലെ അസൈൻമെൻറ്റുകളൊക്കെ സേവ് ചെയ്ത് വെക്കാം. പക്ഷേ കുട്ടികളിലേക്കൊന്നും പോവില്ല. പിന്നീട് അത് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെൻഡ് നൗ എന്നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സെൻഡ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ വർക്ക് കുട്ടികളിലേക്ക് പോയി. ഇപ്പോൾ ഈ ക്ലാസ് വർക്ക് ജിയോഗ്രഫി ചാപ്റ്റർ 1 റിസോഴ്സസ് എന്നുള്ള ഒരു മൈൻഡ് മാപ്പാണ് ഇപ്പോൾ കുട്ടികളിലേക്ക് പോയത്. ഇനി ഞാൻ വേറൊരു ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ, ഒരു യൂട്യൂബിലുള്ള വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഒരു ചാപ്റ്റർ 4 തന്നെ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു മെറ്റീരിയലിൽ ഒരു നോട്ട്സ് പോലെ ഒരു സംഗതിയാണ് ഇപ്പോൾ കൊടുത്തത്. ഇനി വീണ്ടും ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെയുള്ള ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. മെറ്റീരിയൽ എന്ന് തന്നെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ടൈറ്റിൽ കൊടുക്കുന്നു അഗ്രികൾച്ചർ. ഡിസ്ക്രിപ്ഷനിൽ കുട്ടികൾക്കുള്ള നിർദ്ദേശം കൊടുക്കുന്നു, വാച്ച് ദിസ് വീഡിയോ മെനി ടൈംസ്. ടോപ്പിക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആൾറെഡി നമ്മൾ നേരത്തെ കൊടുത്ത ടോപ്പിക്ക് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇത് ചാപ്റ്റർ 4 ആണ്. അപ്പോൾ ആഡ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ക്ലിക്ക് ചെയ്യുന്നു. ചാപ്റ്റർ 1 തന്നെ വേറെ മെറ്റീരിയലാണ് കൊടുക്കുന്നതെങ്കിൽ ഇനി ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് അടിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ചാപ്റ്റർ 4 ആണ്. അപ്പോൾ ആഡ് ടോപ്പിക് കൊടുക്കുന്നു. ജിയോ ചാപ്റ്റർ 4. സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു മുകളിലുള്ള. ഇപ്പോൾ ടൈറ്റിൽ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി വീണ്ടും അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ബട്ടൺ, മുകൾ ഭാഗത്തുള്ള അറ്റാച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ എടുക്കാൻ പോകുന്ന ഓപ്ഷൻ ലിങ്ക് എന്നുള്ളതാണ്. മുകളിൽ നിന്ന് താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ലിങ്ക്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയാണ് യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ലിങ്ക് കോപ്പി ചെയ്തിട്ടില്ല. അപ്പോൾ അത് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, താഴെ കാണുന്ന ഈ ഗൂഗിൾ ക്ലാസ് റൂം ഞാൻ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത് വെക്കുകയാണ്. അത് ക്ലോസ് ചെയ്യുന്നില്ല, മിനിമൈസ് ചെയ്ത് വെക്കുന്നു. അതായത് എൻ്റെ മൊബൈലിനകത്തുള്ള ഇവിടെ താഴെ ഭാഗത്ത് കാണുന്ന ഒരു സർക്കിൾ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് മിനിമൈസ് ചെയ്യാം. ഞാൻ മിനിമൈസ് ചെയ്ത് വെക്കുന്നു. ഇനി ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ചാനലിലുള്ള ജിയോഗ്രഫി ചാപ്റ്റർ 4 അഗ്രികൾച്ചർ എന്നുള്ള വീഡിയോ ഇവിടെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, കോപ്പി എടുക്കുന്നു. ജസ്റ്റ് ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ കൊടുക്കുന്നു. അപ്പോൾ അവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നു. കോപ്പി ലിങ്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് മിനിമൈസ് ചെയ്യുന്നു. വീണ്ടും ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുന്നു. ഇനി അറ്റാച്ച്മെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് നേരത്തെ എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടോപ്പിക്കൊക്കെ. ഇനി മുകളിലുള്ള അറ്റാച്ച്മെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ലിങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ആഡ് ലിങ്ക് ആഡ് എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ പേസ്റ്റ് ഓപ്ഷൻ കിട്ടി, പേസ്റ്റ്. ഇനി ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ വീഡിയോ ഇവിടെ അറ്റാച്ച്മെൻറ്റായി. CBSE ക്ലാസ് 10 ജിയോഗ്രഫി ചാപ്റ്റർ 4 അഗ്രികൾച്ചർ എന്നുള്ളത്. ഇത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് പിന്നെയും സെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ തന്നെ സെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ 2 വർക്ക് കൊടുത്തു. ഇത് രണ്ടും മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാനൊരു നോട്ട് ജസ്റ്റ് പേപ്പറിൽ എഴുതി കുട്ടികൾക്ക് ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
ഇപ്പോൾ ചാപ്റ്റർ 1 ഞാനെന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള അത് ജസ്റ്റ് A4 എഴുതിയതായിരുന്നു. അത് ഫോട്ടോ എടുത്തിട്ട് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് താഴെയുള്ള ആഡ് ക്ലിക്ക് ചെയ്തു, മെറ്റീരിയൽ സെലക്ട് ചെയ്തു. ഇവിടെ നോട്ട്സ്, റൈറ്റ് ദീസ് നോട്ട്സ്, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി ടോപ്പിക്ക് ചാപ്റ്റർ 1 ആണ്. ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നീട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ജിയോഗ്രഫി ചാപ്റ്റർ 1 എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അറ്റാച്ച്മെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ടേക്ക് ഫോട്ടോയിൽ എടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഇപ്പോൾ ക്യാമറ ഓണായി, അതിൻ്റെ സെറ്റിങ്സ് ഉണ്ട് മുകൾ ഭാഗത്ത്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഫോണിൻ്റെ റെസല്യൂഷൻ എന്നുള്ള പാർട്ടിലേക്ക് പോകുന്നു. അതായത് ഈ കാണുന്ന റെസല്യൂഷൻ, ചില ഫോണിനകത്ത് ഇമേജ് സൈസ് എന്നൊക്കെ ആയിരിക്കാം, ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് 3 ഓപ്ഷൻസ് ഉണ്ട്. 4:3, 1:1, 18:8, 18.8:9 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ലോ ക്വാളിറ്റി എന്നാൽ ലോ സൈസിലുള്ളത് 1:1 ആണ്. ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. അത് പെട്ടെന്ന് അറ്റാച്ച്മെൻറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഫയൽ സൈസ് കുറവായിരിക്കും. ജസ്റ്റ് നോട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കറക്റ്റാക്കി മുകൾ ഭാഗത്ത് നിന്ന് പിടിക്കുന്നു. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നു. ഇപ്പോൾ ഏറ്റവും മുകളിൽ വലതുവശത്ത് ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ആ ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫോട്ടോ ഇതിനകത്തേക്ക് അറ്റാച്ച്മെൻറ്റായി. ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇൻ്റർനെറ്റ് സ്പീഡ്. ഇത് പെട്ടെന്ന് അറ്റാച്ച്മെൻ്റ് ആവും. ഇപ്പോൾ ഫോട്ടോ എടുത്ത ഫയൽ ഇവിടെ അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനത് ജസ്റ്റ് സെൻഡ് അടിക്കുന്നു. സെൻഡ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ നോട്ട്സ് ഇങ്ങോട്ട് അറ്റാച്ച്മെൻ്റ് ആയി. ഇപ്പം 3 മെറ്റീരിയൽസാണ് ഇപ്പോൾ നമ്മളിതിനകത്ത് പോസ്റ്റ് ചെയ്തത്. ഇനി ഒരു 2 അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് താഴെ ഉള്ള ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അസൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അസൈൻമെൻറ്റ് ഓപ്ഷനിൽ മുകളിൽ ടൈറ്റിൽ കൊടുക്കുന്നു. നോട്ട്ബുക്ക് സബ്മിഷൻ. ഇവിടെ കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. സബ്മിറ്റ് യുവർ ചാപ്റ്റർ 1 നോട്ട്സ്. അതിൻ്റെ തൊട്ട് താഴെ പോയിൻറ്റ്സ് എന്നുണ്ട്. പോയിൻറ്റ്സ് എന്നുള്ളതിന് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പോയിൻറ്റ്സ് വേണ്ടത്. ഔട്ട് ഓഫ് 20, ഔട്ട് ഓഫ് 50 എന്നുള്ള രൂപത്തിൽ ഇവിടെ അത് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നോട്ട്ബുക്ക് സബ്മിഷൻ ആയതുകൊണ്ട് ഞാനിത് മാർക്ക് കൊടുത്തുകൊണ്ടുള്ള ചെയ്യുന്നത്. അൺമാർക്ക് എന്നുള്ള ക്ലിക്ക് സെലക്ട് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഇതിന് വേണമെങ്കിൽ ടോപ്പിക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ആഡ് ടോപ്പിക് കൊടുത്തിട്ട് അവിടെ നോട്ട്ബുക്ക് സബ്മിഷനോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എൻ്റർ ചെയ്യാം. സേവ് കൊടുത്തു. ഇനി ഇവിടെ ഒന്നും അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം നോട്ട്ബുക്ക് സബ്മിഷനാണ്. നോട്ട്ബുക്ക് ഓൾറെഡി നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അത് അവർ എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നോട്ട്ബുക്ക് സബ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അറ്റാച്ച്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് സെൻഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു അസൈൻമെൻറ്റും ക്രിയേറ്റ് ചെയ്തു. നോട്ട്ബുക്ക് സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. പോസ്റ്റഡ് 9:20 AM എന്ന് പറഞ്ഞിട്ട് നോട്ട്ബുക്ക് സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാനൊരു എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതും വീണ്ടും അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് പ്ലസ് ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, അസൈൻമെൻറ്റ് എന്നെടുത്തു. ഇവിടെ PT2
എക്സാം. ഡിസ്ക്രിപ്ഷനിൽ സബ്മിറ്റ് യുവർ ആൻസർ ഷീറ്റ്സ് ബൈ അറ്റാച്ചിങ് ഹിയർ. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഇവിടെ എൻ്റർ ചെയ്യാം. ഇനി പോയിൻറ്റ്സ് ഔട്ട് ഓഫ് 20 മാർക്കിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. സേവ് കൊടുത്തു. ടോപ്പിക്ക് ആഡ് ടോപ്പിക്കിൽ എന്ത് ചെയ്തു? PT2 എക്സാം. അപ്പോൾ വേണമെങ്കിൽ ടൈറ്റിൽ എന്ത് ചെയ്യാം? PT2 എക്സാം, പിന്നെ PT2 ജിയോഗ്രഫി എന്നോ അങ്ങനെ എന്തെങ്കിലും സബ്ജക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം ടൈറ്റിൽ. ഇപ്പോൾ ടൈറ്റിൽ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, സ്കോർ ഔട്ട് ഓഫ് 20 ആക്കി. ഇനി ഇവിടെ കൊടുക്കുന്നത് ഡ്യൂ ഡേറ്റ് ആണ്. ഡ്യൂ ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂ ഡേറ്റ് ഏത് പിന്നെ ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ സമയം 9:22, രാവിലെ 9:22 അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഡ്യൂ ഡേറ്റ് ഒരു 9:30 കൊടുക്കുന്നത് വിചാരിക്കുക. രാവിലെ പിന്നെ ഒരു 8:30 മുതൽ 9:30 വരെയുള്ള ഒരു മണിക്കൂർ എക്സാമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 9:30 ഞാൻ ഡ്യൂ ടൈം കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ December 14. അപ്പോൾ പിന്നെ അവിടെ ടൈം ചോദിക്കുന്നുണ്ട്. ടൈം ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. 9:30 AM. അപ്പോൾ ഡ്യൂ ഡേറ്റ് ആയി 14th December Monday 9:30 AM. ഇനി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടേക്ക് അറ്റാച്ച് ചെയ്യണം. അല്ല, ലൈവായിട്ടാണ് ഗൂഗിൾ മീറ്റിനകത്ത് ലൈവായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ട് കൊടുത്തിട്ടോ ഒക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് എക്സാം നടത്താം. പിന്നീട് എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ഷീറ്റ് ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയാം. പക്ഷേ അത് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം? അസൈൻമെൻറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം. ലൈവ് ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റിനകത്ത് നമുക്ക് എക്സാം ലൈവായിട്ടും നടത്താം. അതല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് തന്നെ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എക്സാമാണ്, ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു, അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അറ്റാച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഗൂഗിൾ ഡ്രൈവിനകത്തുള്ള എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. അതല്ല, ഞാൻ ജസ്റ്റ് പേപ്പറിൽ എഴുതിയതാണെങ്കിൽ ടേക്ക് ഫോട്ടോ എന്നോ അല്ലെങ്കിൽ ഫയൽ എന്നോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ എപ്പോഴാണോ ഈ അസൈൻമെൻറ്റ് കുട്ടികളിലേക്ക് എത്തുന്ന ആ സമയത്ത് അവർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അവർ ആ ഡ്യൂ ടൈമിനകത്ത് എന്ത് ചെയ്യാം? അത് എഴുതിയിട്ട് തിരിച്ച് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവിൽ സ്കൂളത്തെ ID സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഓൾറെഡി ഗൂഗിൾ ഡോക്സിനകത്ത് ഗൂഗിൾ ഡോക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ആ 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് കോപ്പി ലിങ്ക് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ഡ്രൈവിനകത്ത് നമുക്ക് മുൻകൂട്ടി തന്നെ ഇതെല്ലാം ഗൂഗിൾ ഡോക്സിനകത്ത്, അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് പോലത്തെ ഒരു വേർഡ് എഡിറ്ററാണ്, അതിനകത്ത് മുൻകൂട്ടി തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നീട് അതിൻ്റെ ലിങ്ക് മാത്രമാണ് ഇതുപോലെ കോപ്പി ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇനി ഞാൻ വീണ്ടും ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുന്നു. ഇനി ആ ലിങ്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. ഞാൻ സമയം കുറച്ചും കൂടി ഒന്ന് നീട്ടി കൊടുത്തിട്ടുണ്ട്. 9:35 ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് അറ്റാച്ച്മെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ലിങ്ക് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്ത് പിടിച്ച് പേസ്റ്റ് കൊടുക്കുന്നു. ആഡ്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അറ്റാച്ച്മെൻ്റായി. കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ അസൈൻമെൻറ്റിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു. അതല്ല, നാളെ എക്സാം നാളെ ആണെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് നാളത്തെ സമയം കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അങ്ങനെയും സെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ സെൻഡ് കൊടുക്കുന്നു.
ഇത് അസൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 2 അസൈൻമെൻറ്റുകളും കൊടുത്തു, ഒരു നോട്ട്ബുക്ക് സബ്മിഷനും ഒരു എക്സാമും, അതുപോലെ തന്നെ 3 മെറ്റീരിയൽസും അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റുഡൻസിൻ്റെ വ്യൂവിൽ എങ്ങനെയാണ് കാണാൻ പറ്റുക, കുട്ടികളത് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ സ്റ്റുഡൻസ് വ്യൂവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് പിന്നെ വ്യൂ എടുക്കുന്ന സമയത്ത് തന്നെ ആ അസൈൻമെൻറ്റ് അവിടെ വന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. സ്റ്റുഡൻറ്റും തന്നെ ക്ലാസ് വർക്കിനകത്താണ് പോകേണ്ടത്. ക്ലാസ് വർക്കിനകത്ത് പോകുമ്പോൾ ഇതാ PT2 എക്സാം, നോട്ട്ബുക്ക് സബ്മിഷന്, മെറ്റീരിയലായിട്ട് കൊടുത്തിട്ടുള്ള അഗ്രികൾച്ചർ, നോട്ട്സ്, റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അസൈൻമെൻറ്റ് രണ്ടും ഇവിടെ ആക്റ്റീവായി കിടക്കുന്നുണ്ട്. അതിവിടെ ഡ്യൂ ടുഡേ 9:35 എന്നൊക്കെ കാണുന്നുണ്ട്. നോട്ട്ബുക്ക് സബ്മിഷന് ഡ്യൂ ഡേറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നോ ഡ്യൂ ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇതാ ഇവിടെ നോ ഡ്യൂ ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, കാരണം അത് ഡ്യൂ ഡേറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന ദിവസത്തിനുള്ളിൽ ഇന്ന സമയത്തിനുള്ളിൽ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറയാം. ഇവിടെ എക്സാമിന് ഡ്യൂ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 9:35 എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം എക്സാം ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വ്യൂവിലാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റുഡൻറ്റിൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്താണുള്ളത്. ആ ക്ലാസ് റൂം എടുക്കുന്ന സമയത്ത് ഈ രൂപത്തിലാണ് വരിക. ആ അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രൂപത്തിലാണ് വരുന്നത്. എക്സാം, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി കുട്ടി എവിടെയാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിന് താഴെ ഭാഗത്ത് ഇവിടെ ഈ താഴെ ഭാഗത്ത് കാണുന്ന യുവർ വർക്ക് എന്നുള്ള ഈ പാർട്ടിനകത്താണ് കുട്ടി ക്ലിക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആഡ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എക്സാം എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് ആ പേപ്പർ എന്ത് ചെയ്യുന്നു, ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഒന്നുകിൽ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഫയൽ എന്നുള്ള രൂപത്തിൽ അങ്ങനെയും സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു. ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഇപ്പോൾ മൊബൈലിലെ റെസൊല്യൂഷൻ 1:1 ആണ്, ലോ സൈസ് ഇമേജ് ആണ്. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നു, ആൻസർ ഷീറ്റ്. ഇപ്പോൾ ഒരു പേജാണെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു. രണ്ടാമത്തെ പേജാണെങ്കിൽ വീണ്ടും ആഡ് അറ്റാച്ച്മെൻറ്റ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഫോട്ടോ എടുക്കണം. അങ്ങനെ 2, 3 പേജോ 4 പേജൊക്കെ ആണെങ്കിൽ വീണ്ടും ആഡ് അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ എടുക്കുക. അതായത് ആദ്യത്തെ ഫോട്ടോ അറ്റാച്ച്മെൻറ്റ് ആയതിനു ശേഷം രണ്ടാമത്തെ ഫോട്ടോ എടുക്കുക. അങ്ങനെ എത്ര പേജുണ്ടോ അത്രയും പേജുകൾ എന്ത് ചെയ്യാം, ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇത് ഇവിടെ ആ ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്തു. അതായത് കുട്ടിയുടെ ആൻസർ ഷീറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്തു. ജസ്റ്റ് ഒരു പേജ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 പേജ് ഉണ്ടെങ്കിൽ 2 പേജ്, 3 പേജ് ഉണ്ടെങ്കിൽ 3 പേജ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തു. പക്ഷേ നിങ്ങളിവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മിസ്സിങ് എന്ന് കാണിക്കുന്നുണ്ട്. മിസ്സിങ് എന്ന് കാണിക്കുന്നത് ഇപ്പോൾ 9:35 എന്നുള്ള ഡ്യൂ ടൈം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ മിസ്സിങ് എന്ന് കാണിക്കുന്നത്. സമയത്തിന് മുമ്പാണ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ വരില്ല. ഇനി ഹാൻഡ് ഇൻ എന്നുള്ള ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഹാൻഡ് ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഹാൻഡ് ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ചിലപ്പോൾ അത് ടേൺ ഇൻ എന്നായിരിക്കാം, ചില വേർഷനിൽ ടേൺ ഇൻ എന്നായിരിക്കാം. ഇപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവിടെ അൺസബ്മിറ്റ് എന്നുള്ള ബട്ടൺ കാണുന്നുണ്ട്. അഥവാ സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഈ അൺസബ്മിറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, കുട്ടിക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിമെയിലിലേക്ക്, അതുപോലെ നമ്മുടെ മൊബൈലിനകത്തേക്ക് നോട്ടിഫിക്കേഷൻ വരും. ഒരു കുട്ടി ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നോട്ടിഫിക്കേഷൻ വരും. കണ്ടോ ഇവിടെ ഇങ്ങനെ മെയിൽ വന്നിട്ട് കിടക്കുന്നത് സബ്മിറ്റഡ് ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സബ്മിറ്റ് ചെയ്തപ്പോഴാണ് നമുക്കിങ്ങനെ മെയിൽ നോട്ടിഫിക്കേഷൻ വരും. ഇനി തിരിച്ച് എന്ത് ചെയ്യുന്നു, ടീച്ചർ വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ടീച്ചർ വ്യൂവിൽ എങ്ങനെയാണ് ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതായിട്ട് കാണുക. ക്ലാസ് വർക്ക് എടുത്തു. ഇപ്പോൾ ടീച്ചർ വ്യൂവിലാണ് ക്ലാസ് വർക്ക് എടുത്തു. PT2 ജിയോഗ്രഫി എന്നുള്ള അസൈൻമെൻറ്റ് എക്സാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇതാ അവിടെ ഈ ക്ലാസ് റൂമിനകത്ത് ഞാൻ ഒരാൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ പേര് തന്നെ സ്റ്റുഡൻ്റായിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളവിടെ ശ്രദ്ധിച്ചോ എന്ന് നോക്കിയേ, ഈ കുട്ടിയുടെ പേരിൻ്റെ നേരെ ഹാൻഡ് ഇൻ ഡൺ ലേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഡ്യൂ ഡേറ്റിന് കഴിഞ്ഞതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാൻഡ് ഇൻ എന്നുള്ളിടത്ത് 1 എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 10 കുട്ടികളാണെങ്കിൽ 10 കുട്ടികൾ എത്ര പേര് സബ്മിറ്റ് ചെയ്തു, എത്ര പേര് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി ഇതെങ്ങനെയാണ് മാർക്ക് കൊടുക്കുന്നത്? മാർക്ക് കൊടുക്കുന്നത് ജസ്റ്റ് ആ
കുട്ടിയുടെ പേര് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കുട്ടിയുടെ വർക്ക് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ആ പേപ്പർ ഓപ്പൺ ചെയ്യുക, അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ കുട്ടി സബ്മിറ്റ് ചെയ്ത പേപ്പർ ഓണായി വന്നു. ഇനി ഇവിടെ എന്ത് ചെയ്യാം, മുകൾ ഭാഗത്ത് ഇവിടെ ഈ കാണുന്ന പെൻസിൽ ബട്ടൺ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ താഴെ ഭാഗത്ത് പെൻസിലിൻ്റെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസൊക്കെ വന്നു. മുകളിലുള്ളത് പെൻസിലിൻ്റെ കളറ്, താഴെയുള്ളത് പെൻസിലിൻ്റെ തിക്നെസ്. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ എന്ത് ചെയ്യാം, ഇതുപോലെ ആൻസേഴ്സൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ടിക്ക് മാർക്കൊക്കെ ഇട്ടിട്ട് ഓരോന്നിൻ്റെയും മാർക്ക് എത്രയാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഔട്ട് ഓഫ് 10 എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ മാർക്കെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പേപ്പർ ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഈ മുകൾ ഭാഗത്തുള്ള 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് പോവുക. ഇവിടെ ഈ കാണുന്ന 3 ഡോട്ടിൽ പോവുക. എന്നിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് വീണ്ടും തിരിച്ചിങ്ങോട്ട് എഡിറ്റ് ചെയ്ത, അതായത് നമ്മൾ ചെക്ക് ചെയ്ത പേപ്പർ ഇവിടെ അറ്റാച്ച്മെൻ്റ് ആവും. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത പേപ്പർ ഇവിടെ അറ്റാച്ച്മെൻ്റ് ആയി. അതായത് എത്ര പേപ്പറാണോ അത്രയും പേപ്പർ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, ഇവിടെ മുകളിൽ ആഡ് മാർക്ക് എന്നുണ്ട്. ആ ഔട്ട് ഓഫ് 20 എത്രയാണ് മാർക്ക്, ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഔട്ട് ഓഫ് 20 എന്ന് ഞാൻ അടിച്ചു. ഇനി ഇത് കുട്ടിക്ക് റിട്ടേൺ ചെയ്യണം. അതാണ് മുകൾ ഭാഗത്തുള്ള റിട്ടേൺ എന്നുള്ള ബട്ടൺ. റിട്ടേൺ, വീണ്ടും റിട്ടേൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വർക്ക് റിട്ടേൺഡ്, ആ കുട്ടിയുടെ പേര് കാണിക്കും. ഏത് കുട്ടിയുടേതാണോ വർക്ക്, ആ വർക്ക് റിട്ടേൺഡ് ഉണ്ട് പേര് കാണിക്കും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡഡ് ഇൻ 0, അസൈൻഡ് 0, മാർക്ക്ഡ് 1. അപ്പോൾ ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെങ്കിൽ ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ 10 കുട്ടികളും സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ 10 എന്ന് കാണിക്കും. അസൈൻഡ് എന്ന് കാണിക്കുക, ഒരു 2 പേര് 3 പേരൊക്കെ അസൈൻഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ അവർ വർക്ക് സബ്മിറ്റ് ചെയ്തില്ല എന്നതിന് അർത്ഥം. എത്ര പേർക്ക് മാർക്ക് റിട്ടേൺ ചെയ്തു എന്നുള്ള ഓപ്ഷൻസാണ് ഇവിടെ ഈ കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നോട്ട്ബുക്കും സബ്മിറ്റ് ചെയ്യുന്നത്. കുട്ടി ജസ്റ്റ് ഫോട്ടോ എടുത്ത് വിടുന്നു, ജസ്റ്റ് അതിനകത്ത് എന്തിനാ അതുപോലെ തന്നെ ടിക്ക് ഇടാം. ഇനി സ്റ്റുഡൻറ്റ് വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അവൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും അവിടെ കാണാൻ വേണ്ടി പറ്റും. PT2 ജിയോഗ്രഫി എന്നുള്ള അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതവിടെ മുകൾ ഭാഗത്ത് അല്ല ഇവിടെ താഴെ ഭാഗത്ത് യുവർ വർക്ക് എന്നുള്ളതിന് നേരെ അവൻ്റെ മാർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. 20 ഔട്ട് ഓഫ് 20. അവൻ്റെ പേപ്പേഴ്സ്, എഡിറ്റ് ചെയ്ത പേപ്പേഴ്സ്, അതായത് ടീച്ചർ ചെക്ക് ചെയ്ത പേപ്പർ എന്നിവയെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ രൂപത്തിലാണ് അസൈൻമെൻറ്റുകൾ കൊടുക്കുന്നത്. എക്സാം കണ്ടക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ വർക്കുകൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതൊക്കെ ഈ രൂപത്തിലാണ്. ഇനി ഇതുപോലെ തന്നെയാണ് ജസ്റ്റ് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നതാണെങ്കിലും ശരി, മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നേരത്തെ ഗൂഗിൾ ഡ്രൈവിനകത്ത് ഗൂഗിൾ ഫോംസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ക്വിസ് കോമ്പറ്റീഷൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. പിന്നീട് ആ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നു, മെറ്റീരിയലായിട്ട് ഷെയർ ചെയ്യുന്നു. ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വിസസും കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ്, ഇത്രയും സൗകര്യങ്ങളാണ് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട്സുകൾ, ഫോട്ടോസ്, വീഡിയോ ഷെയറിങ്, അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ എക്സാമുകൾ, ഇതുപോലെ ക്വിസ് കോമ്പറ്റീഷൻസ് എല്ലാം ഇതിനകത്ത് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മുൻകൂട്ടി തന്നെ ചെയ്ത് വെച്ചിട്ട് പിന്നീട് സെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. സോ ഓക്കെ, താങ്ക് യു.